ഹായ് ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുനാഫ ചോക്ലേറ്റ് ഡെസേർട്ടാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഒത്തിരി ഇഷ്ടമാവും. മാത്രമല്ല നമുക്കിത് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കുനാഫ ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 3-3.5 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ കാണും. ഇനി ഇതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുനാഫ ഡോ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് അളവിൽ കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കുനാഫ ഡോയാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ ഞാനിവിടെ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമുക്കിത് പാനിൽ വെച്ച് ഇളക്കുന്ന സമയത്ത് തന്നെ ആ ഒരു സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പിസ്ത സ്പ്രെഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിലാണ് പിസ്ത സ്പ്രെഡ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതോടെ ചേർത്തിട്ട് നമുക്കിതിനെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പിസ്ത സ്പ്രെഡും നമുക്ക് പിസ്ത വെച്ചിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയൊരു അളവിലൊക്കെ തയ്യാറാക്കുക എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ചെയ്യുന്നത് തന്നെ ആവും നല്ലത്. അത് ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് കേക്കാണ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ കേക്കിന് പകരമായിട്ട് ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചേക്കുന്ന കുനാഫയുടെ ഒരു മിക്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം കൂടെ കേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് കൊടുക്കാം. ഞാനിത് മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്താണ് ഗനാഷ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി അതിന് മുകളിലേക്ക് മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഡ്രീം കേക്കിലേക്കൊക്കെ എടുക്കുന്ന വാൻ ഹൂട്ടൻ്റെ ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ലാസ്റ്റായിട്ട് കുറച്ച് പിസ്ത ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ചോക്ലേറ്റ് കുനാഫ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ.